ഒരു റീലിന് 20,000 മുതൽ 40,000 രൂപ വരെ. സർക്കാരിനെ അനുകൂലിച്ച് പോസ്റ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസർമാർക്ക് പണം വാഗ്ദാനം ചെയ്തോ? വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വിമർശിച്ചും സർക്കാരിനെ പിന്തുണച്ചും വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എവോറ കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിലുള്ള ഇമെയിൽ വിലാസത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചതായി നിരവധി ചെറിയ ഇൻഫ്ലുവൻസർമാർ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് വിഷ്വൽസും വരെ നൽകാമെന്നും ഒരു റീലിന് 20,000 മുതൽ 40,000 രൂപ വരെ നൽകാമെന്നുമായിരുന്നു അവകാശവാദം. അപ്പോൾ ചോദ്യം ഇതാണ്, ചെറിയ അക്കൌണ്ടുകൾക്ക് ഇത്രയും തുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പ്രമുഖ ഇൻഫ്ലുവൻസർമാർക്ക് എത്ര തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും? ഇതിനിടെയാണ് നടിയും വ്ലോഗറുമായ പെർലി മാണിയുടെ എന്റെ ഇഷ്ടനിറം കാവ്യാണ് എന്ന പോസ്റ്റും പിന്നീട് വന്ന പരിഹാസ രൂപത്തിലുള്ള ഗ്രാമർ തിരുത്തൽ സ്റ്റോറിയും വലിയ രാഷ്ട്രീയ ചർച്ചയായത്. എന്നാൽ പെർലിക്ക് പണം ലഭിച്ചുവെന്നോ ഈ ഇമെയിൽ ക്യാമ്പയിനുമായി ബന്ധമുണ്ടെന്നോ തെളിയിക്കുന്ന സ്ഥിരീകരിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള വലിയൊരു ചോദ്യം ഈ വിവാദമുയർത്തുന്നു. നമ്മുടെ വ്യൂ, നമ്മുടെ ക്ലിക്ക്, നമ്മുടെ സമയം, ഇവയൊക്കെയാണ് സോഷ്യൽ മീഡിയ താരങ്ങളുടെ യഥാർത്ഥ വരുമാനം. അതിനാൽ നിങ്ങൾ പിന്തുണയ്ക്കാത്ത രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തുന്നവരെ കാണാതിരിക്കാനും അൺഫോളോ ചെയ്യാനും തീരുമാനിക്കുന്നത് വ്യക്തിപരമായ പ്രതിഷേധമാകും. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എയറിൽ കടന്ന് പാറി പറന്നുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, പേളിമാണി. അപ്പോൾ സത്യസന്ധമായിട്ട് പറയാമല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. പേളിമാണിയുടെ വ്ളോഗുകളൊക്കെ കാണാറുണ്ടായിരുന്നു. ആ കുട്ടികളെയും പേളീനെയും അതുപോലെ ശ്രീനിഷിനെയും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് പേളിമാണിയുടെ ആ ഒരു സംസാരവും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ആ ഒരു രീതിയിൽ പല കാര്യങ്ങൾ നമ്മളെയൊക്കെ ആകർഷിപ്പിക്കാൻ വേണ്ടി വ്ളോഗുകളായിട്ട് ചെയ്യും. പക്ഷേ അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾക്കൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയം എന്തായിരുന്നു? ഡൽഹി പ്രൊട്ടസ്റ്റ് അല്ലേ? ഏകദേശം 1 മാസത്തിന് മേളിലായി. എന്തോരം വിദ്യാർത്ഥികളാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും അവരുടെ ഒരാവശ്യം നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. പക്ഷേ അവരുടെ സമരം തീർന്നിട്ടില്ല. മരണപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, ആത്മഹത്യ ചെയ്ത 10-23 കുട്ടികളുണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പേളിമാണിയുടെ ഇഷ്യൂ എല്ലാവരും കണ്ടു കാണും. സോ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വിവരിച്ചു തരാം. പുള്ളിക്കാരി ജന്തർ മന്തറിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഒരു 5 സ്ലൈഡ് പോസ്റ്റാണ്. അതിൽ പുള്ളിക്കാരിക്ക് / വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സർട്ടൻ ലൈൻ ഉണ്ട്. ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ പ്ലീസ് ഗോ ബാക്ക് ടു ഹോം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിനേക്കാളും വലുതല്ല ഒന്നും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആ ഒരു ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണ് ആൾക്കാർ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഫ്രീഡം ഉണ്ടാകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തു. അവിടെയാണ് പ്രശ്നം. അതുപോലെ തന്നെ പുള്ളിക്കാരിനെ ചോദ്യം ചെയ്തവരെയൊക്കെ കുറച്ചുപേരെയൊക്കെ പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്തു, കുറെ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഒരു ഡയറക്ടറിനെ വന്നിട്ട് സ്റ്റോറി ഇട്ട് അപമാനിച്ചു എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് ഇത്രയും / പുള്ളിക്കാരുടെ ഏകദേശം 3-4 ലക്ഷം ഫോളോവേഴ്സ് പോയി, അൺസബ്സ്ക്രിപ്ഷൻ നടക്കുന്നു, ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ഇത് നടക്കുന്നു. പുള്ളിക്കാരിനെ സംഗി എന്ന് വരെ വിളിക്കുന്നു. അതാണ് സംഭവം. അപ്പം ഇതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇട്ടത് അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ അതിനും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നവരെയും കൊച്ചുങ്ങളെ ഒന്നും ചീത്ത വിളിക്കുന്ന പരിപാടി ഭയങ്കര മോശമാണ്. കാരണം അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. പിള്ളേർ ചെറിയ പിള്ളേരല്ലേ. ആ പരിപാടി മോശമാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരി ഇട്ടതിനെ പറ്റി ചെയ്യാം, പക്ഷെ തെറി വിളിക്കണ പരിപാടി അത് നിർത്തുക. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. ഇഷ്ടമായിരുന്നു ചേച്ചി ഒരുപാട്, പക്ഷെ സങ്കടപ്പെടുത്തി കളഞ്ഞല്ലോ. പേളിമാണി പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ കിടന്ന് അടികൊള്ളുന്നത്? എന്തിനാ ഡൽഹി കിടന്ന് വെയിലുള്ളത്? എന്തിനായി പോലീസിന്റെ ലാത്തി ചാർജ് കൊള്ളുന്നത്? നിങ്ങൾക്ക് ടേക്ക് കെയർ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നൂടെ? അതല്ലേ സേഫ്? എന്റെ പൊന്ന് പേളിമാണി, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വതന്ത്ര സമര സേനാനികൾ, നമ്മുടെയൊക്കെ പൂർവികർ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ പേളിമാണിക്ക് ഇവിടെ വന്നിരുന്ന് ഈ അഭിപ്രായം പറയുവാനും നിങ്ങളുടെ ചാനലിലിരുന്ന് വളിപ്പടിക്കാനും ചളിയടിച്ചും റീച്ച് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമായിരുന്നോ? ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പണ്ട് നമ്മുടെ പൂർവികർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയതുപോലെ ഇന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ തെരുവിൽ സമരം ചെയ്യുക. ആ സമരം ചെയ്യുന്നവര് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ടേക്ക് കെയർ ആവാനും സേഫായിട്ട് വീട്ടിൽ പോയി കുത്തിയിരിക്കാനും ഒക്കെ ഉള്ള മനോസ്ഥിതിയുള്ളവരായിരുന്നെങ്കിൽ അവരുടെ കൂട്ടത്തിലും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് ഇന്നും ജീവൻ മരണ പോരാട്ടവുമായി ഹോസ്പിറ്റലിൽ കിടക്കുക എത്രയോ പേര്. അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ ഇനി വരുന്ന അവർക്ക് ഇനി ഈ നഷ്ടപ്പെട്ടവർക്കോ നഷ്ടപ്പെട്ടു,
ഇനി വരുന്ന തലമുറയെങ്കിലും സേഫ് ആവണം, അവർക്ക് നടക്കാൻ പോകുന്ന എക്സാമുകളെങ്കിലും ട്രാൻസ്പെറന്റ് ആയിരിക്കണം, സുതാര്യമാകണമെന്ന ഉദ്ദേശത്തോടു കൂടി വളരെ വ്യക്തമായ പോയിന്റുകളോട് കൂടിയാണ് ഇന്ന് അവരവിടെ സമരം ചെയ്യുന്നത്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് ഈ രാജ്യത്തെ ഓരോ വിദ്യാർത്ഥികളോടും ഈ രാജ്യത്തോടും കൂറുള്ള ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും, ഞാനടക്കമുള്ളവർ, ഈ പേളി മാണി എന്ന് പറയുന്ന നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു. നിങ്ങളുടെ ഈ വീഡിയോകൾ നമ്മൾ കാണാറുണ്ടായിരുന്നു, നിങ്ങളുടെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിൽ നിന്ന് ഇത്തരത്തിലൊരു നിലപാട് നമ്മൾ പ്രതീക്ഷയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണെന്ന്. ഇവിടെ നിങ്ങളുടെ കളർ പ്രശ്നമല്ല, നിങ്ങളുടെ ജാതി പ്രശ്നമല്ല, നിങ്ങളുടെ രാഷ്ട്രീയം പ്രശ്നമല്ല. ഇവിടെ ഒരാളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതാണ് നിലപാട്. നിങ്ങളെപ്പോലുള്ള ഒരാളിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല. കാരണം അവനവൻ്റെ ചോയ്സാണ് അവനവൻ എന്ത് തിരഞ്ഞെടുക്കാമെന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അവകാശമില്ല മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മടങ്ങി വരാൻ പറയാനുള്ള യാതൊരുവിധ അവകാശവുമില്ല. കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. നാളെ സമയത്ത് അവർക്ക് വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ ഓർത്തു വെക്കാൻ പറ്റിയ കുറച്ച് വിദ്യാർത്ഥികളാണ് അവിടെ പ്രൊട്ടസ്റ്റിന് പോയേക്കുന്നത്. ഓരോ മനുഷ്യരും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വരും തലമുറയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് അവരിന്ന് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ ഇതിൽ നിന്നും യാതൊരു ബെനിഫിറ്റും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നാളൊരു തലമുറ എക്സാം എഴുതാൻ പോയാലും പഠിക്കാൻ പോയാലും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും ഇന്ന് ഈ കുട്ടികൾ അനുഭവിക്കുന്ന വേദന. എനിക്ക് 2 പെൺമക്കളാണ്. നാളെ സമയത്ത് അവർ എക്സാം എഴുതാൻ പോയാൽ അവർക്ക് കിട്ടേണ്ട അവകാശമായിരിക്കും ഇന്ന് ആ കുട്ടികൾ അനുഭവിക്കുന്ന ഓരോ വേദനയും. ഞങ്ങൾക്ക് പോയി അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മൗനമായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. പേളി മാണിന്റെ കാവി അനുകൂല പോസ്റ്റിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സിനും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കാം. കാര്യം BJP സർക്കാരിന് അനുകൂലമായിട്ടും അതുപോലെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിന് പ്രതികൂലമായിട്ടുമുള്ള കണ്ടന്റുകളോ പോസ്റ്റുകളോ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു സർട്ടൻ എമൗണ്ട് അവർക്ക് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വല്ല പൈസ വല്ലോ കിട്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഇട്ടതാണെങ്കിൽ വളരെ മോശമാണ്. നിങ്ങൾ പിന്നെ പ്രൊട്ടസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ രാഷ്ട്രീയം ഏതാന്നുള്ളത് നിങ്ങൾ ഓൾറെഡി റിവീൽ ചെയ്തു കഴിഞ്ഞു. പക്ഷെ വേറൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അവിടെ ഡൽഹിയിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിക്കും? നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ എന്ത് പ്രതികരിക്കും? അതിനെന്തെങ്കിലും പ്രതികരണം നിങ്ങൾക്കുണ്ടോ? കാര്യം സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് നേരെ എന്താ പറയുക, ലാത്തി വെച്ച് പിന്നെ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ കുത്തുകയും അവരുടെ പിന്നെ മേളിൽ അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയും ചിരിക്കുകയും സ്ലക്ഷ്യം ചെയ്തതുമായിട്ടുള്ള സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ പബ്ലിക്കിൽ വെച്ച് നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾക്കോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുമോ ഇല്ലയോ? അങ്ങനെ ഒരു ഇൻസിഡന്റും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്നുള്ള നില ചോദിക്കുകയാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം ചോദിക്കുകയല്ല, ഞാൻ നിങ്ങളുടെ പിന്നെ എന്താ പറയുന്നത് ഇതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും തോന്നിയില്ല ആ സമരത്തിന് ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നപ്പോൾ? നമ്മുടെ സമൂഹത്തിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്, ഈ ഫോൾസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. മനസ്സിലായോ? അപ്പം സമൂഹം അംഗീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പബ്ലിക്കിന് മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങോട്ട് ചെയ്ത് കാണിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയാ, നല്ലൊരു അമ്മ ലേബല്, അല്ലെങ്കിൽ എല്ലാവരെയും ചിരിച്ചും കളിച്ചും എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് ഉള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ഉള്ളൊരു ഒരു ലേബല്, നല്ലൊരു മരുമകൾ ലേബല്, നല്ലൊരു ആന്റി ലേബല്, നല്ലൊരു മോൾ ലേബല്, ഈ ലേബലൊക്കെ ചുമ്മാ ഫേക്ക് ആയിട്ട് കാണിച്ചിട്ട് ആളുകളുടെ കയ്യടി നേടുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, ഇതൊന്നും അല്ലായിരിക്കും ഇവരുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം. ചിലപ്പം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആളുകളായിരിക്കാം സമൂഹത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഉപകരിക്കുക എന്നുള്ളത്. മനസ്സിലായേ? അപ്പോൾ ചിലപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടാവാം. പൈസ കിട്ടി ചെയ്താണെങ്കിൽ വളരെ ചീപ്പായി പോയി. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കും കുട്ടികളുള്ളതാണ്, നിങ്ങളുടെ വീട്ടിലും കുട്ടികളുള്ളതാണ്. നാളെ അവരും ചിലപ്പോൾ നീറ്റ് എക്സാം എഴുതുമായിരിക്കും. അങ്ങനെ ഒരു അവസരത്തിൽ ഇത് സംഭവിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക?